സാധാരണക്കാരൻ എന്താ വേണ്ടത്? അവൻ അരിൻ്റെ വില കുറയണം, അവൻ തൊഴിലിടങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവണം, അവൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായി ജോലിക്ക് പോകാൻ പറ്റണം, വയ്യാണ്ടായി കഴിഞ്ഞാൽ അസുഖം പോയി ഡോക്ടറെ കാണാൻ പറ്റണം, അവിടെ കൃത്യമായ ആശുപത്രിയിൽ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കണം. അതേപോലെയുള്ള ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സർക്കാരും അതിനെ സർക്കാർ പരാജയപ്പെടുമ്പോൾ ചോദ്യം ചെയ്താൽ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷവും ജാതി മത വർഗ്ഗ സംഘടനകളെ കഴുത്തിലും കാറ്റിലും ഒക്കത്തും വെച്ച് കയറ്റിയിട്ട് ഇവർ പറയാണ് ഞങ്ങൾ 100ലേക്കും 110ലേക്കും കയറാമെന്ന്. ജമാഅത്തിനെ ഇവരിപ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കല്ലേ, SDP ഇവരിപ്പുറത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കല്ലേ, മുസ്ലിം ലീഗ് കയറും കെട്ടി നിൽക്കുന്ന ഒരു ദയനീയ കോൺഗ്രസിനെയല്ലേ ഷാനി നിങ്ങൾ കാണുന്നത്? അപ്പോൾ എന്നിട്ട് ഇവരെന്താ പറയുന്നത്? ഞങ്ങൾ ജാതി മതവർഗത്തിന്റെ തിണ നിരകാൻ പോകാറില്ല. ജാതി നേതാക്കന്മാരെ വി. സതീശൻ ഇന്നലെ എന്തിൻ്റെ എവിടെയൊക്കെ പോയത്? എന്തിനാ ജാതി മത നേതാക്കളെ പോയി കണ്ടോട്ടെ, അവർക്ക് അവരുടെ ഇഷ്ടം. പക്ഷേ അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് തഗ് ഡയലോഗ് അടിക്കരുത് എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളം എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാടിനകത്ത് ഇനിയിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരടക്കമുള്ള ആളുകളുടെ അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, തൊഴിലുകൾ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു.